ഈ യൂട്യൂബ് വല്ലാത്തൊരു കുഞ്ഞുമോ തന്നെയാട്ടോ. ചങ്ങായിക്ക് എല്ലാം അറിയാം, മൂപ്പർക്ക് അറിയാം. നമ്മളെ ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന യൂട്യൂബിലാണ്. ഏത് സമയം യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ. നമ്മളെ ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? നിങ്ങളെ ഒക്കെ ഇന്റർനെറ്റ് എങ്ങനെയാണ് വേഗം തീരുന്നത്? എവിടെയാ കൂടുതൽ ഉപയോഗിക്കുന്നത്? കമന്റ് ചെയ്യാം. അപ്പോ യൂട്യൂബ് നമ്മളെ ഇന്റർനെറ്റ് സേവ് ചെയ്യാനുള്ള കിഡിലനൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. പുതിയ അപ്ഡേറ്റിൽ നമ്മൾ കാണുന്ന വീഡിയോന്റെ ക്വാളിറ്റി അഡ്വാൻസ്ഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് നമ്മളെ ഇന്റർനെറ്റ് സേവ് ചെയ്യാം. എങ്ങനെ? എന്താണ് ഈ അപ്ഡേറ്റ്? ഇപ്പൊ നമ്മൾ കാണുന്ന വീഡിയോന്റെ ക്വാളിറ്റി നമുക്ക് എടുക്കാൻ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇതിന്റെ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് കാണും. ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ ഓപ്ഷൻസ് വരും. ഇവിടെ ക്വാളിറ്റി എന്നുള്ള ഭാഗം കാണും. അത് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോ ഇങ്ങനെ 4 ഓപ്ഷനാണ്. മുമ്പ് എങ്ങനെയായിരുന്നു? വേറൊരു ഫോണിൽ ഞാൻ നോക്കട്ടെ. ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോണാണ് ഇപ്പൊ കാണുന്നത്. അപ്ഡേറ്റ് അല്ലാത്തൊരു ഫോണിൽ നോക്കാം. നമ്മളെ മുമ്പ് എങ്ങനെയായിരുന്നു? മുമ്പ് നമ്മൾ ക്വാളിറ്റി എന്നുള്ള ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയായിരുന്നു വരിക. അതാ ഇവിടെ നമുക്ക് മാനുവലായിട്ട് ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏതാ വേണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പൊ യൂട്യൂബ് തന്നത്. 4 ഓപ്ഷൻ. ഇതില് ഓട്ടോ റെക്കമെൻഡഡ് അതിലിട്ട് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ ഇന്റർനെറ്റിന്റെ സ്പീഡിനനുസരിച്ച് ഇപ്പോ നല്ല സ്പീഡ് ഇന്റർനെറ്റിനുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ പ്ലേ ആവും. പക്ഷെ അതിനൊരു കുഴപ്പം എന്താ ഉള്ളത്? അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാല് നമ്മളെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല സ്പീഡ് നെറ്റിനുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ പ്ലേ ആയി കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ അത് നമുക്ക് വേണ്ട. മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നവർ അത് വേണ്ട. രണ്ടാമത്തെ ഹയർ പിക്ചർ ക്വാളിറ്റി. അതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ വീഡിയോയും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ, എത്രയാണോ ഹൈ ക്വാളിറ്റി വരുന്നത് അതില് ചിലപ്പോൾ 1080 ആയിരിക്കും, ചിലപ്പം 720 ആയിരിക്കും. ഏതായാലും നിങ്ങളെ ഫോണിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി വരുന്നത് അതിൽ കാണാം. മൂന്നാമത്തെ ഡാറ്റ സേവർ. ഡാറ്റ സേവറിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലോ ക്വാളിറ്റിയിൽ പ്ലേ ആവും വീഡിയോ ഒക്കെ. പക്ഷെ നമ്മളെ ഇന്റർനെറ്റ് വളരെ കുറച്ചാണ് ഉപയോഗിക്കപ്പെടും. പിന്നെയുള്ള ലാസ്റ്റ് അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മുമ്പ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നമുക്ക് മാനുവലായിട്ട് വേണ്ട സെറ്റ് ചെയ്യാം. സംഭവം തിരിഞ്ഞിക്കോ. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിലൊന്ന് നോക്കാം. നിങ്ങളെ ഫോണിന്റെ ഹോം പേജിൽ വന്നിട്ട് മേലെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഒരു ഓപ്ഷൻ കൂടി വന്നത് നിങ്ങൾക്ക് കാണാം. വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നെറ്റ്വർക്കിനും വൈഫൈ നെറ്റ്വർക്കിനും അനുസരിച്ച് നമ്മൾ കാണുന്ന വീഡിയോന്റെ ക്വാളിറ്റി സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോ മൊബൈൽ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ റെക്കമെൻഡഡിൽ ഇടണ്ട, ഡാറ്റ സേവർ ഇടാം. പക്ഷെ ഞാൻ ഹൈ പിക്ചർ ക്വാളിറ്റിയിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അങ്ങനെ നിന്നോട്ടെ. നിങ്ങൾക്കൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് വളരെ കുറവാണെങ്കിൽ ഡാറ്റ സേവറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകില്ല. ഇനിയിപ്പോ രണ്ടാമത്തത് വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈയിൽ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ ഇടാം. കാരണം എന്താ വെച്ചാൽ മൊബൈൽ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് വൈഫൈ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകില്ല. ചിലപ്പോൾ അൺലിമിറ്റഡ് വൈഫൈ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാം. അപ്പൊ എങ്ങനെയുണ്ട്? നമ്മളെ ഇന്റർനെറ്റായിട്ട് ബന്ധപ്പെടുത്തി യൂട്യൂബ് തന്ന ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കുക. പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.